അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ വിഭവത്തിൻ്റെതാണ്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ഒക്കേഷൻസിലും കാണാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇറച്ചി വരട്ടിയത്. ഇറച്ചി വരട്ടിയതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിപ്പീസ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റിയാണെന്ന് തോന്നിയ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബീഫോ മട്ടനോ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ബീഫാണ്. ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് ഞാൻ അധികം പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് സൂപ്പർ ടേസ്റ്റ് ആണെന്ന്. കേരള പൊറോട്ടയും നൈസ് പത്തിരിയും ഒക്കെ ഇതിന് സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിൻ്റെ മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 500 ഗ്രാം ബീഫാണ്. അത് സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്തതാണിത്. നമ്മൾ ബീഫ് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രഷർ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം ചേർക്കാം. ഇതിലേക്ക് ആദ്യം 20 ചെറിയുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ലപോലെ അരച്ച് പേസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അടുത്തത് 1 തണ്ട് കറി ലീവ്സും 1 ചെറിയ പച്ചമുളകും വളരെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും യോജിച്ച് വരുന്നവരെ മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രഷർ കുക്കറിലേക്ക് മാറ്റാം. ഞാനിതിലേക്ക് ഒരു 3 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. അത് പിന്നെയാണ് ഞാൻ ഓർത്തത്. അത് ഞാനിപ്പോൾ ആഡ് ചെയ്യാണ്. 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി ഞാൻ മിക്സ് ചെയ്യാണ്. നിങ്ങളിത് ആദ്യമേ ചേർത്ത് ഒന്നിച്ച് മിക്സ് ചെയ്താൽ മതി. ഞാനിത് മറന്നു പോയത് കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. മിക്സിങ് കഴിഞ്ഞാൽ നമ്മൾ പ്രഷർ കുക്കർ അടിച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ വെള്ളമായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ആകെയുള്ള വെള്ളം ചെറുനാരങ്ങയുടെ നീരാണ്. ഇതിൽ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇറച്ചിയിൽ നിന്ന് വെള്ളം എന്തായാലും ഇറങ്ങി വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അത് പിന്നീട് നമുക്ക് വറ്റിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിത് 6 to 7 വിസിൽസ് എടുത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ബീഫിനനുസരിച്ച് നമ്പർ ഓഫ് വിസിൽസ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഒരു 7 വിസിൽസിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്, ബീഫ് നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിത് സെപ്പറേറ്റ് ഒരു മസാല ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്യാം. അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മൺചട്ടിയാണ്. ഈ വരട്ടി ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് മൺചട്ടി, അയൺ കടായി പോലത്തെ വെസൽസ് ആണ്. നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ വെസൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് വെസലും യൂസ് ചെയ്യാം. മൺചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ പെരുംജീരകവുമാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് 1/4 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ സ്റ്റിക്കാകും. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നെക്സ്റ്റ് 1 ടീസ്പൂൺ ഗാർലിക് അരച്ചത്, നെക്സ്റ്റ് 1 തണ്ട് കറി ലീവ്സ്, 1 പച്ചമുളക് നടുവിൽ കീറിയത്, ചെറുതായി അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി 15 എണ്ണം, ആവശ്യത്തിന് ഉപ്പ്. ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഞാൻ 1/4 ടീസ്പൂണാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഉള്ളിയെല്ലാം നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 3 മിനിറ്റ്സോളം ഇത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഇറച്ചിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയിലുള്ള ഗ്രേവി അടക്കം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അതിനുശേഷം നമ്മൾ ഈ ചട്ടിയിൽ വെച്ചിട്ട് ബാക്കിയുള്ള മസാലയിൽ മിക്സ് ചെയ്തതിന് ശേഷം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് ഇത് വറ്റിച്ചെടുക്കാം. ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ചധികം നേരം വരട്ടിയെടുത്താൽ മതി. നമ്മളിപ്പോൾ കംപ്ലീറ്റ് വേവിച്ച് വെച്ച ഇറച്ചിയും അതിൻ്റെ ഗ്രേവിയും ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ മസാല ഇതിലേക്ക് നല്ലപോലെ യോജിച്ച് പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനിത് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ഇത് അടച്ച് വെച്ച് വേവിപ്പിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ഞാനിവിടെ 4 മിനിറ്റ് നേരമാണ് ഇത് അടച്ച് വെച്ച് ഇടയ്ക്ക് ഇളക്കിയൊക്കെ വേവിപ്പിച്ചെടുത്തത്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇത് വരട്ടിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഗ്രേവി ടൈപ്പോ അല്ലെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇറച്ചി വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള പൊറോട്ടയും നൈസ് പത്തിരിയുമാണ്. അതുകൂടാതെ മലബാറി മടക്ക് പത്തിരിയും ഇതിന് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.